ഹായ് വെൽക്കം. ഞാൻ ദിലീപ്. എല്ലാവർക്കും എൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഒരു ഉണക്കമീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഇപ്പോൾ ഉണക്കമീൻ 2-3 ടൈപ്പിൽ ഉണ്ടാക്കും. ഞാനിവിടെ കുറച്ച് മുളക് ഇട്ട് നല്ല തേങ്ങാ കൊത്തൊക്കെ ഇട്ടിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ച് നോക്ക്. കാരണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചെറുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 10-20 ചെറുള്ളി ഇതുപോലെ ഒന്ന് നൈസായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അരമുറി തേങ്ങ ഇതുപോലെ കൊത്തി നുറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, പിന്നെ നമുക്ക് വേണ്ടത് ഒരു 5-6 വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 കഷ്ണം കൊടംപുളി, അതൊന്ന് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി ഇതുപോലെ നന്നായിട്ട് നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് നല്ല ഉണക്കമീനും കുറച്ച് കറിവേപ്പിലും നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പാനൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്കൊരു 1/2 സ്പൂണ് കടുകൊന്നിട്ട് പൊട്ടിച്ചെടുക്കാം. ശേഷം നമുക്കതിലേക്ക് ഇഞ്ചി, നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി അതൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചി ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് വീണ്ടും അതിലേക്ക് നമുക്ക് കുറച്ച് എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം. ഒക്കെ ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുള്ളി അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കുക. 2 പച്ചമുളക് അതും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ തേങ്ങാക്കൊത്ത് അതും കൂടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇതെല്ലാം കൂടെ ഒന്ന് കടന്ന് ഫ്രൈ ആയി വരണം. ഓക്കെ, ആവശ്യത്തിന് ഇത്രയും സാധനങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഓക്കെ, കുറച്ചൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചിട്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, നമ്മളെ സവാള തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് അത്യാവശ്യം ഒന്ന് നല്ല ചെറിയ ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആദ്യം ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് മുളക് പൊടിയാണ്. ആവശ്യത്തിന് മുളക് പൊടി ചേർത്തോളൂ. കുറച്ച് എരിവ് ഇരിക്കുന്നത് നല്ലതാണ്, എരിവ് വേണം. ഓക്കെ, പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്ര ചേർത്തതിന് ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ മസാലയുടെ പച്ച ഫ്ലേവറൊക്കെ ഒന്ന് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഓക്കെ, അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമ്മുടെ മസാലയൊക്കെ. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇനി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കൊടംപുളി വെള്ളത്തോടെ അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് വീണ്ടും ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒരു തിള വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഒരുപാട് ചേർക്കരുത്. ചെറിയൊരു ഗ്രേവി മാതിരി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല തിള വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്കമീൻ നമ്മൾ ഇട്ട് കൊടുക്കുക. ഓക്കെ,
ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് നമ്മളെ മീനൊക്കെ ഒന്ന് വേവുന്നത് വരെ ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അത് അത്യാവശ്യം ഒന്ന് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ മീൻ. ഒരുപാട് ഇളക്കി മീനൊന്നും പൊടിഞ്ഞു പോകാത്ത രീതിയിൽ വേണം ഇളക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഓക്കെ, അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഉപ്പൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻകറി. ഒരു വെറൈറ്റി ടേസ്റ്റുള്ളൊരു മീൻകറിയാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറി ആണ് ഇത്. ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ലാസ്റ്റ് നമുക്കതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടൊന്ന് മൂടി വെക്കുക. ഓക്കെ, മൂടി വെച്ചതിന് ശേഷം നമ്മൾ എടുത്ത് കഴിക്കുകയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴിയൊക്കെ ഒന്ന് അറിയിക്കണം. ഓക്കെ, താങ്ക് യു.